ഹലോ, നല്ലൊരു അടിപൊളി റൈസ് റെസിപ്പി ആട്ടോ ഇത്. ബസ്മതി റൈസോ ബിരിയാണി റൈസോ ഒന്നുമല്ല, നമ്മുടെ സാധാരണ ചോറ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. ലഞ്ച് ബോക്സ് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ കിഡ്സിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള സവാള, 2 ഗ്രീൻ ചില്ലി, 2 ചെറിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചച്ചോവ് പോണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് വേണം അത് വഴറ്റിയെടുക്കാനായിട്ട്. 1 മിനിറ്റൊക്കെ മതി കേട്ടോ. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ആ മസാലകളൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പിടിക്കണം കേട്ടോ മസാലകൾ ഇതിലേക്ക്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ്, ബസ്മതി റൈസോ എന്ത് ചോറാണെങ്കിലും, അതിപ്പോൾ ജീരക റൈസോ അല്ലെങ്കിൽ എന്തായാലും, ഇതിപ്പോൾ ഞാൻ സാധാരണ റൈസ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചേക്കുക സിമ്മിലിട്ടിട്ട്. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. പിള്ളേർക്ക് ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാൽ ഒരു സാലഡും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ പിള്ളേർ ഇത് ചോറ് കഴിക്കാത്ത പിള്ളേർ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവരിത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.